നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഇത്തവണത്തെ തൃശൂർ പൂരത്തിലുണ്ടായ അപാകതകൾ പരിഹരിച്ചുകൊണ്ട് കൃത്യമായ രീതിയിൽ മുന്നൊരുക്കങ്ങളോടുകൂടി അടുത്ത തവണ തൃശൂർ പൂരം നടത്തുമെന്ന ഉറപ്പാണ് തൃശൂർ എംപിയും കേന്ദ്ര സഹമന്ത്രിയുമായ സുരേഷ് ഗോപി അവിടുത്തെ ജനങ്ങൾക്ക് നൽകിയിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് പ്രത്യേക യോഗവും അദ്ദേഹം നേരത്തെ വിളിച്ചു ചേർത്തിരുന്നു. എന്നാൽ അതിനുശേഷം തൃശൂർകാർക്ക് ഏറ്റവും അധികം വിഷമതയുണ്ടാക്കിയ, ഏറെ നിരാശ സമ്മാനിച്ച ഒരു വിഷയമാണ് പുലികളി ഇത്തവണ ഉണ്ടാകില്ല എന്നുള്ളത്. എന്നാൽ ശക്തന്റെ തട്ടകത്തിൽ ഇക്കുറിയും പുലികൾ ഇറങ്ങുമെന്ന കാര്യം സ്ഥിരീകരിച്ചിരിക്കുന്നു. അക്കാര്യത്തിലുള്ള കൃത്യമായ തീരുമാനം തൃശൂർ കോർപ്പറേഷൻ നൽകിയിരിക്കുകയാണ്. പുലിക്കളി നടത്താനുള്ള തീരുമാനം കോർപ്പറേഷൻ കൗൺസിൽ അംഗീകരിച്ചു. പുലിക്കളി സംഘങ്ങളുടെ അഭ്യർത്ഥന പരിഗണിച്ചുകൊണ്ടാണ് ഈ തീരുമാനം കൈക്കൊണ്ടിരിക്കുന്നത്. നേരത്തെ വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പുലിക്കളി ഉപേക്ഷിക്കണം എന്നുള്ള ഒരു ആവശ്യം ഉയർന്നിരുന്നു. ഉപേക്ഷിക്കണമോ വേണ്ടയോ എന്ന ചർച്ചയിൽ പുലിക്കളിക്ക് അനുകൂലമായ നിലപാടാണ് സർക്കാരും സ്വീകരിച്ചത്. പുലിക്കളിക്ക് തുക അനുവദിക്കുന്നതിന് അനുകൂലമായ ഒരു തീരുമാനം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായപ്പോൾ കോർപ്പറേഷനാണ് അന്തിമ തീരുമാനം കൈക്കൊള്ളേണ്ടതെന്നും സാമ്പത്തിക സഹായം നൽകാൻ തടസ്സമൊന്നും തന്നെ മുന്നിലില്ല എന്നുകൂടി സർക്കാർ വ്യക്തമാക്കി. കോർപ്പറേഷൻ ധനസഹായവും പുലിക്കളി സംഘങ്ങൾക്ക് നൽകും. 6 സംഘങ്ങളാണ് ഇത്തവണ പുലിക്കളിക്ക് ഇറങ്ങുന്നത്. പുലിക്കളി നടത്താൻ വേണ്ടി ഏറെ പണം ചിലവിട്ട് നിരവധി സംഘങ്ങൾ പണി നേരത്തെ ആരംഭിച്ചിരുന്നു. ഒരു വർഷത്തെ കാത്തിരിപ്പ് കൂടിയാണ്. ഇതുകൂടി പരിഗണിച്ചാണ് പുലിക്കളി നടത്താനായി തീരുമാനിച്ചത്. കോർപ്പറേഷനിൽ ചേർന്ന സർവകക്ഷി യോഗത്തിലാണ് സുപ്രധാന തീരുമാനം കൈക്കൊണ്ടത്. പുലിക്കളി ഒഴിവാക്കരുത് എന്നാവശ്യപ്പെട്ട് വിവിധ സംഘടനകളാണ് നേരത്തെ രംഗത്ത് വന്നത്. വയനാട് മുണ്ടക്കയിലുണ്ടായ ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്ത് ഓണാഘോഷ പരിപാടികളും ചാമ്പ്യൻസ് ബോട്ട് ലീഗുമൊക്കെ ഒഴിവാക്കിയതായി ടൂറിസം പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി PM മുഹമ്മദ് റിയാസ് അറിയിച്ചിരുന്നു. രക്ഷാപ്രവർത്തനവും പുനരധിവാസത്തിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങളും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്ന ഘട്ടത്തിലാണ് ഇങ്ങനെയൊരു തീരുമാനമെന്ന് കൈക്കൊണ്ടത്. സമാനതകളില്ലാത്ത ദുരന്തമാണ് വയനാട് അനുഭവിക്കുന്നത്. 100 കണക്കിന് പേർക്ക് ജീവൻ നഷ്ടമായ സാഹചര്യം. ആ ഘട്ടത്തിലാണ് ആഘോഷങ്ങൾ ഒഴിവാക്കുന്നതായി മന്ത്രി കൂടി പറഞ്ഞത്. എന്നാൽ അതിനിടയിൽ പുലികളി അനുവദിക്കാമെന്നുള്ള ഒരു തീരുമാനത്തിലേക്ക് കടക്കുകയായിരുന്നു സർക്കാർ. വരും ദിവസങ്ങളിൽ കൂടുതൽ സംഘങ്ങൾ ഇതിലേക്ക് രജിസ്റ്റർ ചെയ്യുമെന്ന പ്രതീക്ഷ കൂടിയുണ്ട്. സെപ്റ്റംബർ 18 4ാം ഓണനാളിലാണ് ഈ പുലികളി നടക്കുക. വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ പുലിക്കളി ഉൾപ്പെടെ നടത്തേണ്ട എന്ന് കോർപ്പറേഷൻ നേരത്തെ തീരുമാനിച്ചതായിരുന്നു. അതിൽ വ്യക്തത വരുത്താൻ വേണ്ടി കോർപ്പറേഷൻ തദ്ദേശ സ്വയംഭരണ വകുപ്പിന് കത്തയച്ചിരുന്നു. അതിൽ അനുകൂല നിലപാട് തന്നെയാണ് ലഭിച്ചത്. സംഘങ്ങളോട് കൂടിയാലോചന പോലും നടത്താതെ പുലിക്കളി ഉപേക്ഷിക്കാൻ തീരുമാനിച്ചതിനെതിരെ സംഘങ്ങൾ ശക്തമായ എതിർപ്പ് പങ്കുവച്ചിരുന്നു. കൂടാതെ ജില്ലയിൽ നിന്നുള്ള മന്ത്രിമാരായിട്ടുള്ള R ബിന്ദു, K രാജൻ, P ബാലചന്ദ്രൻ MLA എന്നിവരൊക്കെ പല രീതിയിൽ ഈ നിരോധനം നീക്കാനുള്ള ശ്രമവും നടത്തിയിരുന്നു. അതിനൊടുവിലാണ് ഈ അനിശ്ചിതത്വം മാറി ഗുണകരമായൊരു നിലപാട് ലഭിച്ചിരിക്കുന്നത്. 9 സംഘങ്ങൾ രജിസ്റ്റർ ചെയ്തതായിട്ട് ഉള്ള വിവരം നേരത്തെ ലഭിച്ചിരുന്നു. യുവജന സംഘം വിയൂർ ദേശം പുലിക്കളി സംഘം, ശങ്കരൻകുളങ്ങര ദേശം പുലിക്കളി ആഘോഷ കമ്മിറ്റി, കാനാട്ടുകര ദേശം പുലിക്കളി, ചാക്കാമുക്ക് ദേശം പുലിക്കളി, ശക്തൻ പുലിക്കളി സംഘം, സീതാറാം മിൽ ദേശം പുലിക്കളി സംഘാടക സമിതി, പാട്ടുരായിക്കൽ ദേശം കലാകായിക സാംസ്കാരിക സമിതി, അയ്യന്തോൾ ദേശം പുലിക്കളി സംഘാടക സമിതി എന്നീ സംഘങ്ങളായിരുന്നു നേരത്തെ പേര് നൽകി രജിസ്റ്റർ ചെയ്തത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.